3 കൊല്ലം അത് കൊണ്ടുപോകാൻ സാധിച്ചു. അതിൻ്റെ MP വീരേന്ദ്രകുമാറും സി രാധാകൃഷ്ണൻ സാറും ഇദ്ദേഹവും 3 പേരായിരുന്നു അതിൻ്റെ 3 കൊല്ലത്തെയും. കാരണം സാമ്പത്തികമില്ലാത്ത കഴിവുള്ള ആളുകളെ എഴുതി സി കെ മേനോനായിരുന്നു അതിൻ്റെ സാമ്പത്തികം ചിലവാക്കിയിരുന്നു. അതിൽ MD ആയിരുന്നു. MDയുടെ കൈ ഒരു ആലപ്പുഴയിലെ ഒരു ചിത്രത്തൊഴിലാളിയുടെ കഥാസമാഹാരം അങ്ങനെ അളകാവരി വെച്ച് പുറത്തെടുക്കുമ്പം ദീപക്കൊക്കെ ഓർക്കുന്നുണ്ടാവുന്നു, ആൾ പൊട്ടിക്കരഞ്ഞു കളഞ്ഞു. MDയുടെ കയ്യിൽ നിന്നും ഞങ്ങളുടെ ഈ സ്കീമിലുള്ള ബുക്ക് വാങ്ങുമ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മളെല്ലാം അദ്ദേഹം അങ്ങനെ ആവശ്യമില്ലാതെ വ്യക്തിപരമായുള്ള ചർച്ചകൾക്കും അതുപോലെ വിമർശനങ്ങളും, കേരളം വിവാദങ്ങളും അപവാദങ്ങളും നല്ലോണം തളിച്ചു പടരുന്ന നാടാണ്. പക്ഷേ അതിലൊന്നും പെടാതെ ഫൈറ്റ് ചെയ്യുന്നു. അതേസമയത്ത് ലീഗലായിട്ട് ഫൈറ്റ് ചെയ്യേണ്ട രംഗത്ത് വന്നപ്പോൾ അദ്ദേഹം മാറി നിന്നിട്ടുമില്ല. ഫൈറ്റിൻ്റെ വന്ന സാഹചര്യം ഞാൻ ഇതിലേക്കൊന്നും കിടക്കുന്നില്ല. അപ്പോൾ ഒരു സമഗ്രതയിൽ അദ്ദേഹത്തെ ദർശിക്കുക ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ സാഹിത്യം മാത്രമല്ലല്ലോ, അദ്ദേഹത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം സിനിമാ മേഖലയുണ്ട്. അതിനേക്കാളൊക്കെ അപ്പുറത്ത് അദ്ദേഹം നല്ലൊരു സാഹിത്യത്തിൽ തന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ നോവലുകളും കഥകളുമാണ് പറയാറുള്ളത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ സമാഹാരങ്ങൾ നോക്കിയാൽ തന്നെ ആനുകാലികമായ ഏത് സാഹിത്യത്തിലേക്ക് ഏത് ചോദ്യത്തിനുള്ള ഉത്തരം അവിടെയുണ്ട്. വിശ്വ സാഹിത്യത്തിലേക്ക് അദ്ദേഹം കൊണ്ടുപോയ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വസാഹിത്യം ഇത്രയും നെഞ്ചിലേറ്റിയ, അതിനെ സ്വാംശീകരിച്ച, അതിൻ്റെ അടിസ്ഥാനത്തിൽ മലയാള ഭാഷ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച ഒരാളെയും കേരളത്തിൽ പകരക്കാരനായി കാണാൻ സാധിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സാർ, ഇതിൽ പൊതുവെ എന്ന് പറഞ്ഞ പോലെ ആൾക്കൂട്ടത്തിൽ തനിയായിരുന്ന ഒരാളാണ്. പക്ഷേ അങ്ങുമായിട്ട് വളരെ വ്യക്തിബന്ധമായിരുന്നു. MT വളരെ ചുരുക്കം പേരുമായിട്ടാണ് അടുപ്പം സൂക്ഷിച്ചിരുന്നത്. കോഴിക്കോട് അത്തരത്തിലൊരു അടുപ്പം ഉണ്ടായിരുന്നതാണ് ഗവർണർ. തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബഹുമതി, ഞാൻ പറഞ്ഞില്ല, വാത്സല്യം, അദ്ദേഹത്തിൻ്റെ വാത്സല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ ഈ അശ്വതിയുടെ വിവാഹ സമയത്തുള്ള കാര്യം ഞാൻ ഓർക്കുന്നു. അന്നൊരു ഹർത്താലാണ്, അവർക്ക് ചെന്നൈയിൽ നിന്ന് വരണം. അത് എന്നെ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ എങ്ങൊന്നും ചെയ്യാൻ സാധിക്കുമോ? ഞാനതിന് ബന്ധപ്പെട്ടവരെയൊക്കെ കണ്ടിട്ട് അന്ന് വന്ന ആളുകളെ എല്ലാം കൊണ്ടുവരാനായിട്ട്, അപ്പോൾ അത്രയും ഏൽപ്പിക്കുന്ന ഒരു അടുപ്പമുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ആശയത്തോടൊന്നും, രാഷ്ട്രീയമായിട്ടുള്ള ആശയത്തോടൊന്നും അദ്ദേഹത്തിന് അനുകൂലമുള്ള ആളായിരുന്നില്ല. പക്ഷേ അതേ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെറുപ്രായത്തിൽ ഭാഗവതവും രാമായണ മാസം വരുമ്പോൾ രാമായണം വായിക്കാൻ ഞാൻ പോകാറുണ്ട്, ഞാൻ ഇതിനൊന്നും എതിരല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാലത്തിൻ്റെ ഗതിപ്രവാഹത്തിൽ നമ്മളെല്ലാം ഈ ഇവിടം വിട്ടു പോകേണ്ടവരാണ്. അപ്പോൾ ഒരു ജീവിതം പൂർണ്ണമാക്കി, ഒരു പുരുഷായുസ് മുഴുവൻ പൂർണ്ണമാക്കിക്കൊണ്ട് അദ്ദേഹം കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള വേദനയും അനുശോചനവും ഞാൻ രേഖപ്പെടുത്തുന്നു. താങ്ക് യു.